എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അമ്പിളി. 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ 1ാമത്തെ യൂണിറ്റ് അമൃതം നുകരാം, അതിലെ അവസാനത്തെ പാഠം. ആ പാഠത്തിന്റെ പേര് കായല്ലമു നെവേഞ്ചിമു തന്തിന്ത ചെവി എന്നാണ്. നമുക്കതൊന്ന് പഠിച്ചാലോ? നമ്മുടെ പാഠഭാഗം എഴുതിയിരിക്കുന്നത് സുകുമാരൻ ചാലിഗദ്ധയാണ്. അദ്ദേഹം ഒരു മലയാള കവിയും ആദിവാസി ഗോത്ര ഭാഷയിൽ എഴുതുന്ന ഒരു കവിയുമാണ്. ആരാണ് ആദിവാസികൾ? ആദിവാസികളെ കുറിച്ച് നമുക്ക് ചെറുതായൊന്ന് മനസ്സിലാക്കാം. വനങ്ങളിലോ മലമ്പ്രദേശങ്ങളിലോ ജീവിക്കുന്ന ജനവിഭാഗമാണ് ആദിവാസികൾ. കേരളത്തിലെ ആദിവാസികൾ പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളിലാണ് ജീവിക്കുന്നത്. വയനാട്, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇവരുടെ ജനസംഖ്യ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കുക, കാർഷിക വൃത്തി ഇവയാണ് പ്രധാന ഉപജീവന മാർഗം. തനതായ ഭാഷ, ആചാരങ്ങൾ, അനുഷ്ഠാന കലകൾ, വസ്ത്രധാരണ രീതി തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ്. നമ്മുടെ പാഠഭാഗം എഴുതിയിരിക്കുന്നത് സുകുമാരൻ ചാലിഗദ്ധയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ലേപ്പില്ലാതെ അപ്പൈ കാട്ടി തന്തിയേയ കാടുനെ പറഞ്ചി കഥൈ ബത്തുക്കല്ലു. ഇത് റാവുള ഭാഷയിലുള്ള വരികളാണ്. ഇതിന്റെ മലയാളം: എഴുത്തിനിരുത്താതെ അച്ഛൻ കാണിച്ചു തന്നത് കാടാണ്, പറഞ്ഞ കഥ ജീവിതമായിരുന്നു. എഴുത്തിനിരുത്തുക എന്താണത്? കുട്ടികളെ 3 വയസ്സാകുമ്പോൾ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നു. ഏതെങ്കിലും ഒരു ഗുരുവര്യന്റെ കീഴിൽ അക്ഷരം ആദ്യമായി എഴുതിക്കുന്നതിനെയാണ് എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കവിയെ അങ്ങനെ അച്ഛൻ എഴുത്തിനിരുത്തിയില്ല. അക്ഷരജ്ഞാനമല്ല ആദ്യം കൊടുത്തത്, മറിച്ച് അച്ഛൻ മകനോട് കാണിച്ചു കൊടുത്തത് കാടായിരുന്നു. കാടാണ് അവരുടെ ജീവിതം. ആ കാട്ടിൽ നിന്നാണ് അവർക്ക് എന്തും ലഭിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, ആ പറഞ്ഞ കഥ, കാട് പറഞ്ഞ കഥ അതെന്റെ ജീവിതമായിരുന്നു. ഗോത്രജീവിതം അടയാളപ്പെടുത്തിയ പ്രകൃതിയുടെ പാഠപുസ്തകമാണ് സുകുമാരൻ ചാലിഗദ്ധയുടെ കവിതകൾ. അദ്ദേഹത്തിന്റെ കാട് എന്ന കവിതയിലെ ആദ്യ വരികളാണ് നമ്മൾ മുകളിൽ വായിച്ചത്. വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് കാട്. മലയാളത്തിലും ആദിവാസി ഗോത്രഭാഷയായ റാവുള ഭാഷയിലും കവിതകൾ എഴുതിയിട്ടുണ്ട്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകൾ ഇടകലർന്ന സമ്മിശ്ര ഭാഷയാണ് റാവുള ഭാഷ. കേരളത്തിലെ ഗോത്ര കവികളിൽ ശ്രദ്ധേയനാണ് സുകുമാരൻ ചാലിഗദ്ധ. അദ്ദേഹത്തിന്റെ ശരിയായ പേര് ബേത്തിമാരൻ എന്നാണ്. കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവന്റെ തുമ്പിക്കൈയിൽ ഒരു പുഴയുണ്ടായിരുന്നു, നിന്റെ ഉള്ളിലെ നരിയും എന്റെ ഉള്ളിലെ പുലിയും, മഴ ഭാഷ, കൂരി, ഏട്ടക്കൂരി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ കവിതകൾ. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? അമൃതം നുകരാം. അതെ, അമൃതം നുകർന്നുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. എന്തെല്ലാം അമൃതമാണ് ഇതിനോടകം നമ്മൾ നുകർന്നത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ആദ്യം നമ്മൾ സദ്യക്ക് വിളമ്പുന്ന എരിശ്ശേരി അതുണ്ടാക്കാൻ പഠിച്ചു, അത് കഴിച്ചു. പിന്നീട് നമ്മൾ മലബാറിലെ മധുര പലഹാരമായ ചട്ടിപ്പത്തിരി അങ്ങോട്ട് കഴിച്ചു. തുടർന്ന് നമ്മൾ കേരളത്തിൻ്റെ നാടൻ വിഭവമായ കൊയക്കട്ടയുണ്ടാക്കി കഴിച്ചു. എല്ലാം അതീവ സ്വാദിഷ്ടമായ ഭക്ഷ്യവിഭവങ്ങൾ. എന്നാൽ ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കഴിക്കാത്തത്, കാണാത്തത്, അറിയാത്തത് ആയ ചില ഭക്ഷ്യവിഭവങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പ്രവേശക വാക്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നിച്ച് ഭക്ഷണം തേടി, ഒന്നിച്ച് പാകപ്പെടുത്തി, ഒന്നിച്ച് കഴിക്കുന്ന രീതി എത്ര രസകരമായിരിക്കും. നമ്മുടെ പാഠഭാഗം ആദിവാസി ഗോത്ര വിഭാഗത്തെക്കുറിച്ചുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആദിവാസികളുടെ ജീവിതം, അവർ പലപ്പോഴും അവരുടെ ഭക്ഷണത്തിനായിട്ട് കാടുകളെയാണ് ആശ്രയിക്കുക. വനവിഭവങ്ങൾ തേടി അവർ കാടിനുള്ളിലേക്ക് പോകും. അത് ഒറ്റയ്ക്കല്ല, അവർ പലരും കൂട്ടായിട്ട് ആണ് പോകുന്നത്. അതുപോലെ അവർ കൃഷിയാണ് പ്രധാനമായും ചെയ്യുന്നത്, കാർഷിക വൃത്തി. അവിടെയും അവർ ഒറ്റയ്ക്കല്ല, ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കും.
അവർ അങ്ങനെ ഭക്ഷണം തേടി കാടുകളിലൂടെ അലയുന്നു. അങ്ങനെ സമയമാകുമ്പോൾ അവർ ആ കാടിനുള്ളിൽ വെച്ച് തന്നെ ഭക്ഷണം പാകപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. കൃഷി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഒന്നിച്ച് കൃഷി ചെയ്തിട്ട് ഉച്ചയാകുമ്പോൾ ആ കൃഷിഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന ആ രീതി എത്ര രസകരമായിരിക്കും എന്നത് പറയേണ്ടതില്ല. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു, നിങ്ങളുടെ കയ്യിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ആ ഭക്ഷണം കഴിക്കുകയാണല്ലോ പതിവ്. ഒരാൾ ഒറ്റയ്ക്ക് ക്ലാസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിരുന്ന് കഴിച്ചാൽ എന്ത് രസമാണ് ആ ഭക്ഷണത്തിനുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പാത്രത്തിലെ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കൊടുത്ത് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരത്തിന് എന്തൊരു സ്വാദായിരിക്കും. അതെ, എല്ലായ്പ്പോഴും ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന രീതി രസകരം തന്നെയായിരിക്കും. പാഠത്തിന്റെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം. കായല്ലമു നെവേഞ്ചിമു തന്തിന്ത ചവി. കേട്ടിട്ട് വല്ലതും മനസ്സിലായോ? ഇല്ല, നമ്മൾ കേൾക്കാത്ത ഒരു ഭാഷ. ഇത് ഏതു ഭാഷയാണ്? നമ്മുടെ എഴുത്തുകാരൻ സുകുമാരൻ ചാലികഥയുടെ ഗോത്രഭാഷയായ റാവുള ഭാഷ. റാവുള ഭാഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഭാഷയിൽ മറ്റേതൊക്കെ ഭാഷകളുണ്ട്? നമ്മുടെ ഭാഷയായ മലയാളം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഭാഷകളായ തമിഴ്, തെലുങ്ക്, കന്നഡ, ഈ ഭാഷകളെല്ലാം കൂടി കലർന്ന ഒരു ഗോത്രഭാഷയാണ് റാവുള ഭാഷ. നമ്മൾ ഇതിനു മുൻപ് ഈ ഭാഷ കേട്ടിട്ടേയില്ല. പിന്നെ നമുക്കെങ്ങനെ മനസ്സിലാകും? പക്ഷേ ആ തലക്കെട്ടിന്റെ മലയാള അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി. നമ്മുടെ പാഠത്തിന്റെ പേരതാണ്, മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് രണ്ട് ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ്. ഒന്ന് മുളങ്കൂമ്പിനെ കുറിച്ചും മറ്റൊന്ന് നെവേഞ്ചിയെ കുറിച്ചും. പാഠഭാഗം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കൂ. കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. കേരളത്തിലെ ആദിവാസികൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്? നല്ല വൃത്തിയുള്ള ഭക്ഷണം. വൃത്തി എന്ന് പറയുമ്പോൾ ആ ഭക്ഷണ വസ്തുക്കളിൽ അഴുക്കുകളൊന്നുമില്ല എന്ന് മാത്രമല്ല അർത്ഥം. നല്ല വൃത്തിയുണ്ട്, അതിനേക്കാൾ ഉപരി അത് നല്ല പോഷകം നിറഞ്ഞതായിരിക്കും, അതീവ ഗുണകരമായിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യം നൽകുന്ന ഭക്ഷ്യവസ്തുക്കളായിരിക്കും. തീർച്ചയായിട്ടും ആദിവാസികൾ കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതാണ്. അവർ കാടുകളിൽ പോയി ശേഖരിക്കുന്ന വനവിഭവങ്ങളും അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങളുമാണ് അവർ ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരുവിധ വിഷാംശമോ കൃത്രിമത്വമോ ഒന്നും ഉണ്ടാവുകയില്ല. അത്തരം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിരിക്കും. അതുകൊണ്ടാണ് എഴുത്തുകാരൻ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന് പറയുന്നത്. അവരുടെ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ: ഇലക്കറികൾ, പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ്, ഇതൊക്കെയാണ്. ഇതെല്ലാം തന്നെ നല്ല പോഷകമുള്ള ആഹാരമാണ്. അവരുടെ പ്രധാനപ്പെട്ട ആഹാരത്തെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലക്കറികൾ, പുഴയിൽ നിന്നും കിട്ടുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിൽ നിന്നും കിട്ടുന്ന താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ്, ഇതൊക്കെ കഴിക്കുന്നത് വളരെ പോഷകപ്രദമായിരിക്കും. ഇവിടെ മുളങ്കൂമ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മുളങ്കൂമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുളങ്കൂമ്പ് കാണാത്തവർക്കായി ഇതാ ഒരു ചിത്രം. ആ മൂത്തു നിൽക്കുന്ന മുളയുടെ ചുവട്ടിൽ പുതിയ മുളങ്കൂമ്പുകൾ മുളച്ചു വരുന്നതൊന്ന് കണ്ടു നോക്കൂ. ആ മുളങ്കൂമ്പുകളാണ് എടുത്തുകൊണ്ടുവന്ന് ചെത്തി അതിന്റെ പുറത്തെ ആ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്.
ഇതാ നല്ല പാകപ്പെടുത്തിയ മുളങ്കൂമ്പ്, അതിന്റെ പുറത്തെ തോലൊക്കെ കളഞ്ഞ് അത് ഭക്ഷ്യവസ്തുവിന് പാകമായ രീതിയിൽ ചെത്തി എടുത്തു വച്ചിരിക്കുന്നു. ഇത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കും. നിങ്ങൾ മുളങ്കൂമ്പ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഈ മുളകൾ ഇക്കാലത്ത് അധികമൊന്നുമില്ല. പണ്ട് കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ മുളകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെയെല്ലാം മതിൽക്കെട്ടുകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുളങ്കൂമ്പ് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു ഇന്ന് നമ്മുടെ നാട്ടിൽ അപര്യാപ്തമാണെന്ന് തന്നെ പറയാം. എങ്കിലും നമുക്ക് മുളങ്കൂമ്പ് കിട്ടിയാൽ അതിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണ്ടേ? വേണം. അത് എങ്ങനെയാണ് പാകപ്പെടുത്തുക എന്ന് എഴുത്തുകാരൻ ഇവിടെ പറയുന്നു. മുള പൂക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ പോയി കൂമ്പുനുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും. എന്നിട്ട് അത് ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം. വളരെ എളുപ്പത്തിലുള്ള പണിയാണ്. മുളങ്കൂമ്പ് നുള്ളിയെടുത്ത് ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. വെള്ളത്തിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയണം. അതെന്തിനാണ് വെള്ളം ഊറ്റിക്കളയുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല. മുളങ്കൂമ്പിന് ഒരു കട്ടുണ്ട്. കട്ട് എന്ന് വെച്ചാൽ അതിനൊരു കയ്പ് രസം അല്ലെങ്കിൽ ഒരു ചവർപ്പ് രസം എന്നൊക്കെ പറയാം. അത് പോണമെങ്കിൽ ആ വെള്ളം ഊറ്റിക്കളയണം. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷ്യവിഭവമാണ് മരച്ചീനി. നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടതും. മരച്ചീനിയൊക്കെ പുഴുങ്ങി തന്നാൽ നമ്മൾ എത്ര രസത്തോടെയാണ് അതെല്ലാം കഴിക്കുക. പക്ഷേ ചില മരച്ചീനിക്ക് ഈ കട്ടുണ്ടായിരിക്കും, കയ്പുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അമ്മമാർ ആ മരച്ചീനി ഒന്ന് വേവിച്ചിട്ട് അതിലെ വെള്ളം ഊറ്റിക്കളയുന്നു. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുന്നു. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിലെ കട്ട് ഇല്ലാതെയാകും. കയ്പ് രസമെല്ലാം പോകും. അപ്പോൾ ഇവിടെ നമ്മുടെ മുളങ്കൂമ്പിൻ്റെ കട്ട് പോവാനായിട്ട് ആ വേവിച്ച വെള്ളം ഊറ്റി കളയുകയാണ്. എന്നിട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം. അപ്പോൾ ആ വേവിച്ച മുളങ്കൂമ്പിലേക്ക് നമ്മൾ പറയും കടുക് താളിക്കുക എന്ന് പറയും. നമ്മുടെ എല്ലാം വീട്ടിൽ കറികളിൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ കടുക് താളിക്കുക എന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുത്തുകാരനും പറയുന്നത്. എണ്ണയൊഴിച്ചിട്ട് കടുക് അതിലിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരി മുളക് അതുമിട്ട് വേവിച്ച ആ മുളയിലേക്ക് ചേർത്ത് കുറച്ച് നേരം കൂടി വേവിക്കുക. എന്നിട്ട് അത് കഴിക്കാം. വളരെ സ്വാദുള്ള ഒരു ഭക്ഷ്യവിഭവം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. സ്വാദ് മാത്രമല്ല കേട്ടോ, വലിയ പോഷക ഗുണമുള്ള ഒരു ആഹാര വിഭവം കൂടിയാണ് ഈ മുളങ്കൂമ്പ്. പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല. പക്ഷെ പണ്ട് കാലത്ത് അവരുടെ നാട്ടിൽ വെളിച്ചെണ്ണയില്ല, പിന്നെ ഉള്ളിയുമില്ല. അപ്പോൾ പിന്നെ എന്തിലായിരിക്കും ഈ കടുക് താളിക്കുക? അവര് മൃഗങ്ങളുടെ നെയ്യില വേവിച്ച മുളങ്കൂമ്പ് താളിക്കുന്നത്. മൃഗങ്ങളുടെ നെയ്യ്, കാട്ടിലാണല്ലോ കൂടുതലും അവരുടെ ജോലിയും പ്രവൃത്തിയുമെല്ലാം. അപ്പോൾ കാട്ടിൽ നിന്നും കിട്ടുന്ന മൃഗങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള നെയ്യ് അവർ ഉരുക്കി സൂക്ഷിച്ചു വയ്ക്കും. ആ മൃഗങ്ങളുടെ നെയ്യിലാണ്, നെയ്യ് ചൂടാക്കുമ്പോൾ അത് എണ്ണ പോലെ ആകുമല്ലോ, അതിലാണ് അവര് ഈ മുളങ്കൂമ്പ് താളിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ മുളങ്കൂമ്പ് എന്താണെന്നും ആ മുളങ്കൂമ്പ് കൊണ്ട് എങ്ങനെയാണ് ആഹാരവസ്തു ഉണ്ടാക്കുന്നതെന്നും പഠിച്ചു. അടുത്തതായിട്ട് എഴുത്തുകാരൻ നമുക്ക് പുതിയൊരു ഭക്ഷ്യവിഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്താണത്? നെവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നെവേഞ്ചി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ആരുടെ മുഖത്തും ഒരു പരിചിത ഭാവം കാണുന്നില്ല. തീർച്ച നമ്മൾ ആരും കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഒരു പക്ഷേ നെവേഞ്ചി കണ്ടിട്ടുമുണ്ട്. ഇതെന്തിന്റെ ചിത്രമാണ്? നെവേഞ്ചിയുടെ. ഈ ചിത്രം കണ്ടപ്പോൾ നെവേഞ്ചി നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? നമ്മളിവിടെ ഞവണിക്ക എന്ന് പറയും, ചിലർ നത്തയ്ക്ക എന്നൊക്കെ പറയും. എന്തായാലും നെവേഞ്ചി നമ്മളിൽ പലരും മുൻപ് കണ്ടിട്ടുണ്ട്, ഉറപ്പ് തന്നെ. ഇപ്പോൾ എന്തു പറയുന്നു? നെവേഞ്ചിയെ കണ്ടിട്ടില്ലേ? ചിലരുടെ മുഖത്തൊക്കെ ഉണ്ട് ഉണ്ട് എന്ന ഭാവം വരുന്നുണ്ട്.
തീർച്ചയായിട്ടും കുറച്ചു പേരെങ്കിലും നെവേഞ്ചി കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലുമൊക്കെ അത് പാകപ്പെടുത്തിയ ഭക്ഷ്യവിഭവം കഴിച്ചിട്ടുമുണ്ടാകാം. എന്തായാലും ഈ നെവേഞ്ചിക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് നെവേഞ്ചി എന്നല്ല കേട്ടോ, ഞവണിക്ക, നത്തയ്ക്ക എന്നൊക്കെയാണ്. പണ്ട് കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെ വീടിൻ്റെ ആ മുൻപിൽ വലിയ പാടശേഖരമാണ്. നല്ല മഴക്കാലമാകുമ്പോൾ മഴ പെയ്തിട്ട് പാടം നിറയെ വെള്ളമാകും. ആ സമയത്ത് ഈ നെവേഞ്ചി, അതായത് ഈ ഞവണിക്ക, ആ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങി പൊങ്ങി സഞ്ചരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഞങ്ങളുടെ അടുത്തുള്ള വലിയ ആളുകളൊക്കെ അന്ന് പോയിട്ട് ബക്കറ്റിലൊക്കെ ഈ ഞവണിക്കകളെ പറക്കി ഇട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വീടുകളിൽ കൊണ്ടുപോയി അതിനെ പാകപ്പെടുത്തി ഭക്ഷ്യവസ്തുവാക്കി കഴിച്ചിരുന്നു. എന്തായാലും ആ നെവേഞ്ചിയെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത്. കണ്ടോ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണത്രേ നെവേഞ്ചി. അതിന് കാരണമുണ്ട് കേട്ടോ, അത്രയും പ്രിയപ്പെട്ടതാകാൻ. നെവേഞ്ചി വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ, എപ്പോഴും ഒന്നും കിട്ടില്ല, അത് വർഷത്തിലൊരിക്കലേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. പല വലുപ്പത്തിലും ഉണ്ടാകും, ചെറുത് തൊട്ട് അധികം വലിപ്പം വരെയുള്ള പല വലിപ്പത്തിലുള്ളതങ്ങനെ ഉണ്ടാകും. പിന്നെ വേനൽക്കാലത്താണ് ഇത് കിട്ടുന്നത്. നമ്മുടെ എഴുത്തുകാരൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ നാട് വയനാടാണ്, അവിടെ വേനൽക്കാലത്താണ് ഈ നെവേഞ്ചി കിട്ടുക. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക. അപ്പൊ നെവേഞ്ചി സാധാരണ അവിടെ എവിടെയായിരിക്കും ഉണ്ടാവുക? പുഴയിലാണ്. വേനൽക്കാലമാകുമ്പോൾ പുഴയിലെ വെള്ളം വറ്റും. വെള്ളം വറ്റിക്കഴിയുമ്പോൾ ആ പുഴയിലെ നെവേഞ്ചികളെല്ലാം ആ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയും അവയെ പറക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. നല്ലവണ്ണം വെള്ളമുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കില്ലല്ലോ. എഴുത്തുകാരൻ ഈ നെവേഞ്ചി പെറുക്കാൻ പോകുന്ന കാര്യം പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല. എല്ലാവരും നെവേഞ്ചി പെറുക്കാൻ കാട്ടിൽ പോവും. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും. കൊണ്ടുവന്നിട്ടത് എന്ത് ചെയ്യും? ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും. കണ്ടോ, അവരെത്രമാത്രം കൂട്ടായ്മയോടെയാണ് നെവേഞ്ചി പറിക്കാൻ പോകുന്നത്. കാട്ടിലാണ് പുഴ. ആ പുഴയിലെ അടിത്തട്ടിൽ പോയി കിടക്കുന്ന നെവേഞ്ചിയെ പറക്കിയെടുക്കണം. അതിന് പോകുന്നത് ആരൊക്കെയാണ്? പുരുഷന്മാർ മാത്രമാണോ? സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഉണ്ട്, കൊച്ചുകുട്ടികളും ഉണ്ട്. അവിടെ ഇത്തിരി പോന്ന എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വരെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. എന്നിട്ട് അവരത് പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് കൊണ്ടുവരും. ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും. അതാണ് ആദ്യം ചെയ്യുക. ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും. അതിനുശേഷം വെള്ളം ഊറ്റിക്കളയും. നമ്മുടെ പാഠപുസ്തകത്തിൽ ആ പുഴയിൽ നിന്ന് നെവേഞ്ചി മുങ്ങിയെടുക്കുന്ന ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവരും എത്രമാത്രം കൂട്ടായ്മയോടെയാണ് ആ ജോലി ചെയ്യുന്നത്. രസകരമായൊരു ചിത്രം അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചു, മുളങ്കൂമ്പ് കൊണ്ടുവന്നിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുമെന്ന്. അതെന്തിനായിരുന്നു? മുളങ്കൂമ്പിൻ്റെ കട്ട് പോകാനായിരുന്നു. ഇവിടെ ഈ നെവേഞ്ചി കൊണ്ടുവരുമ്പോഴും അതുപോലെ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ നെവേഞ്ചിയുടെ തോടിലുള്ള കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. തോടിൽ കറകൾ ഉണ്ടാവും, അത് പോണം. ഇനി ഉള്ളിലെ ഇറച്ചി വെന്താൽ കൂടെ ഞണ്ട് ചേർക്കും. ചിലര് പരേങ്ങക്കായ്, അതായത് പപ്പായ ചേർക്കും. ചക്കരക്കായ് ചേർത്താലും സ്വാദാണ്. അപ്പോൾ നെവേഞ്ചി കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് പുഴുങ്ങി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് അതിനുശേഷം അതിൻ്റെ നെവേഞ്ചിയുടെ ഉള്ളിലെ ഇറച്ചി അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ ചില ആളുകൾ ഞണ്ടിനെ ചേർക്കും. ചിലർ പരേങ്ങക്കായ്, നമ്മുടെ നാട്ടിൽ പപ്പായ, കപ്പങ്ങ എന്നൊക്കെ പറയുന്നത്, അതായിരിക്കും ചേർക്കുക. ചിലരാകട്ടെ ചക്കരക്കായാണ് ചേർക്കുക. ചക്കരക്കായ് എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ്, അതാണ് ചേർക്കുക. ഇത് ഏത് ചേർത്താലും സ്വാദാണ്. ഈ നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാകും, അത് പൊട്ടിച്ച് കളയണം. നെവേഞ്ചിയുടെ പുറകുവശത്ത് നീണ്ടൊരു സാധനം അങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് പൊട്ടിച്ച് കളയണം. എന്നിട്ട് മുളകുപൊടി, ചമ്പരവിത്ത് അരച്ചത്, ചമ്പരവിത്ത് എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, അതൊക്കെ ഇടണം.
അപ്പൊ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഈ വെന്ത നെവേഞ്ചിയിൽ ഇടും. ആ നെവേഞ്ചിയുടെ കൂടെ എന്തൊക്കെയാ ചേർക്കുക? ചില ആളുകള് ഞണ്ടിനെ ചേർക്കും, ചിലര് പറങ്ങക്കായ് ചേർക്കും, ചിലര് മധുരക്കിഴങ്ങ് ചേർക്കും. എന്നിട്ട് നെവേഞ്ചിക്ക് അതിന് കാരണമുണ്ട് കേട്ടോ. നെവേഞ്ചി ഒരു തരം ഇറച്ചി തന്നെയാണല്ലോ, ഇറച്ചിക്കറിക്ക് നല്ല എരിവ് വേണ്ടേ? അപ്പോൾ ഇവിടെ നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം. അതുകൊണ്ട് നല്ല മുളക് പൊടിയും അതുപോലെ ഈ മല്ലിപ്പൊടിയൊക്കെ ചേർക്കും. ഇനി വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം. ചോറിൻ്റെ കൂടെ അല്ലാതെ അത് വെറുതെ കഴിക്കാം. അത്ര സ്വാദിഷ്ടമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലാതെ വെറുതെയും കഴിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ പാഠം? കൊള്ളാം അല്ലേ? നമ്മൾ 2 ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച്, നമുക്ക് അറിയാത്ത 2 ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് ഇതാ ആദ്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മുളങ്കൂമ്പ് എങ്ങനെയാണ് പാകപ്പെടുത്തുക, അതുപോലെ നെവേഞ്ചി എന്ന ഭക്ഷ്യവിഭവത്തെക്കുറിച്ചും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? നെവേഞ്ചി കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ചിലർക്കൊക്കെ ഉണ്ട്. കിട്ടിയാൽ കഴിക്കാമായിരുന്നു. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. നെവേഞ്ചി എന്നാൽ എന്താണ്? ഇത് എപ്പോഴാണ് കൂടുതലായി ലഭിക്കുന്നത്? പാടത്തും പുഴയിലുമെല്ലാം കാണുന്ന ഒച്ചിന്റെ രൂപത്തിലുള്ള ചെറുജീവിയാണ് നെവേഞ്ചി. നത്തയ്ക്ക, ഞവണിക്ക എന്നെല്ലാം ഇതിനെ പറയാറുണ്ട്. വേനൽക്കാലത്ത് ഏപ്രിൽ മാസം മുതൽ പുഴയിലെ വെള്ളം വറ്റുമ്പോഴാണ് നെവേഞ്ചി കൂടുതലായി ലഭിക്കുന്നത്. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം? ഇലക്കറികൾ, പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ്, നെവേഞ്ചി. മുളങ്കൂമ്പിലെ കട്ടുപോകാൻ എന്താണ് ചെയ്യുന്നത്? മുളങ്കൂമ്പ് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയതിനു ശേഷം അതിലെ വെള്ളം ഊറ്റിക്കളയണം. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോ ആരും ഉണ്ടാവില്ല. എന്താണ് കാരണം? വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന നെവേഞ്ചി പെറുക്കാനായി ഊരിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം എല്ലാവരും കാട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഊരിൽ ആരും ഉണ്ടാകാത്തത്. നെവേഞ്ചി പെറുക്കുന്നതിലെ പ്രത്യേകത എന്ത്? വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന നെവേഞ്ചി പെറുക്കാൻ ഊരിലെ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. കൂടാതെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും നെവേഞ്ചി പെറുക്കുന്നതിൽ ഒന്നിച്ചു പങ്കെടുക്കുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. നെവേഞ്ചിയുടെ തോടിലെ കറ പോകാൻ എന്താണ് ചെയ്യുന്നത്? നെവേഞ്ചി ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു. നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികഥ വിവരിച്ചിട്ടുണ്ട്. ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കുക. പുറന്തോടുള്ള ജലജീവിയാണ് നെവേഞ്ചി. വേനൽക്കാലത്ത് നെവേഞ്ചി കിട്ടുന്ന സമയമായാൽ ഊരിലുള്ളവരെല്ലാം ഒരുമിച്ച് കാട്ടിലേക്ക് പോകും. പുഴയിൽ നിന്നും നെവേഞ്ചി മുങ്ങിയെടുക്കാൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇറങ്ങും. നെവേഞ്ചി പിടിച്ച ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയും. അതിന്റെ തോടിലെ കറ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം അതിന്റെ പുറകുവശത്തുള്ള നീണ്ട ഭാഗം പൊട്ടിച്ചു മാറ്റും. തുടർന്ന് എണ്ണയിൽ കടുക് പൊട്ടിച്ച് മറ്റു ചേരുവകൾ ചേർത്ത് കറിയുണ്ടാക്കുന്നു. കറിയുടെ രുചി കൂട്ടുന്നതിനു വേണ്ടി ചിലർ ഞണ്ട്, പപ്പായ, മധുരക്കിഴങ്ങ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വെന്ത നെവേഞ്ചിയിൽ ചേർക്കുന്നു. പിന്നീട് എരിവിനായും സ്വാദിനായും മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കുന്നു. എല്ലാ ചേരുവകളും വെന്ത് അവ നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് ചേരുമ്പോൾ പാചകം പൂർത്തിയാകുന്നു. അതീവ സ്വാദിഷ്ടമായ നെവേഞ്ചി ചോറിന്റെ കൂടെയോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. ഹായ്, എന്ത് രുചി! ഓരോ നാടിന്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തശ്ശന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തൂ. ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ. ദേവൂട്ടി: മുത്തശ്ശി, നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്ന ഭക്ഷണ വിഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തരാമോ? മുത്തശ്ശി: പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ. ഇലയട, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, കുമ്പിളപ്പം, ചക്കയട, സുഖിയൻ, ഇങ്ങനെ അനേകം ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ദേവൂട്ടി: മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? മുത്തശ്ശി: എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കപ്പുഴുക്കാണ്. ചക്കയുടെ കാലമായാൽ ചക്കപ്പുഴുക്കിന്റെ കാലവുമായി എന്നർത്ഥം. ദേവൂട്ടി: ചക്കപ്പുഴുക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ വായിൽ കൊതി വരുന്നു. ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് പാകം ചെയ്യുന്നത്?
മുത്തശ്ശി നല്ല മൂപ്പായ ചക്ക വെട്ടിമുറിച്ച് അതിൽ നിന്നും ചക്കച്ചുള മാറ്റിയെടുക്കുന്നു. ചെറുതായി അരിഞ്ഞെടുത്ത ചക്കച്ചുള ഒരു പാത്രത്തിൽ വേകുന്നതിന് ആവശ്യമായ വെള്ളവും പാകത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടുപ്പിൽ വെക്കുന്നു. അത് പകുതി വേകുമ്പോൾ അരപ്പ് ചേർക്കണം. ദേവുട്ടി, അരപ്പോ? എന്താണത്? മുത്തശ്ശി, പറയാം, തിരക്ക് കൂട്ടല്ലേ. തേങ്ങ ചിരകിയതും എരിവിനുള്ള മുളകും 5-6 മണി ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അധികം അരയാൻ പാടില്ല. അതാണ് അരപ്പ്. ഈ അരപ്പ് പാത്രത്തിലെ പകുതി വെന്ത ചക്കയുടെ ഉള്ളിലാക്കി തത്തിപ്പൊത്തി വെക്കണം. ദേവുട്ടി, തത്തിപ്പൊക്കി വെക്കുകയോ? എന്താണത്? മുത്തശ്ശി, ചിരിക്കണ്ടേ ദേവുട്ടി. തത്തിപ്പൊത്തുക എന്നാൽ എല്ലാം കൂടി ചേർത്ത് ഒതുക്കി വെക്കുക എന്നാണ് അർത്ഥം. ദേവുട്ടി, കൊള്ളാമല്ലോ. എന്നിട്ട്? മുത്തശ്ശി, ചക്ക പാകത്തിന് വെന്താൽ വാങ്ങി താഴെ വെച്ചിട്ട് അതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ദേവുട്ടി, മുത്തശ്ശി, കടുക് താളിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാമോ? മുത്തശ്ശി, പറഞ്ഞു തരാം. അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് കുറച്ച് കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ ഉള്ളിയും 2-3 മുറിച്ച വറ്റൽമുളകും അല്പം കറിവേപ്പിലയും ചേർക്കണം. എല്ലാം മൂത്ത് കഴിയുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കയിൽ ചേർക്കണം. അപ്പോൾ ഇഷ് എന്ന് കൊതിപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. ദേവുട്ടി, ചക്കപ്പുഴുക്ക് റെഡിയായോ മുത്തശ്ശി? മുത്തശ്ശി, ഇല്ല. ഒരു തവി കൊണ്ട് പാത്രത്തിലുള്ള ചക്ക കുഴച്ചിളക്കണം. ആ കുഴക്കലിലാണ് ചക്കപ്പുഴുക്കിന്റെ സ്വാദ്. ദേവുട്ടി, എനിക്ക് ചക്കപ്പുഴുക്ക് കഴിക്കണം. അമ്മയോട് പറയട്ടെ, ഞാൻ ഇപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ഞാനും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കാം. മുത്തശ്ശി, മിടുക്കി കുട്ടി. അപ്പോൾ ഇങ്ങനെ സംഭാഷണം രൂപത്തിൽ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. നിങ്ങളുടേതായ ഭാവനയിൽ ഒന്ന് എഴുതി നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്. കായലിമു നെവേഞ്ചിമു തന്തിന്ത ചെവി എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കായലിമു നെവേഞ്ചിമു തന്തിന്ത ചെവി എന്ന ആദിവാസി ഭാഷയിലുള്ള തലക്കെട്ട് ഈ പാഠഭാഗത്തിന് തികച്ചും യോജിച്ചതാണ്. ഈ പാഠം ആദിവാസി ഭക്ഷ്യവിഭവങ്ങളായ മുളങ്കൂമ്പിന്റെയും നെവേഞ്ചിയുടെയും പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ 2 ഭക്ഷ്യവിഭവത്തിനും ആദിവാസികളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളതെന്ന് പാഠഭാഗം വ്യക്തമാക്കുന്നു. അതിനാൽ പ്രസ്തുത തലക്കെട്ട് പാഠഭാഗത്തിന് ഉചിതം തന്നെയാണ്. ഇനി നമുക്ക് ഒരു രുചി അനുഭവം എഴുതിയാലോ? അമൃതം നുകരാം യൂണിറ്റ് നിറയെ ഭക്ഷണ വിശേഷമാണ്. നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ടവിഭവത്തിന്റെ രുചി അനുഭവം എഴുതുക. അപ്പോൾ നിങ്ങളുടേതായ ഒരു രുചി അനുഭവമാണ് എഴുതേണ്ടത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഭക്ഷ്യവിഭവവുമായി ബന്ധപ്പെട്ട മറക്കാനാവാത്ത ഒരു രുചി അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഒന്ന് ഓർത്തു നോക്കൂ. ഞാനിവിടെ നിങ്ങൾക്കൊരു മാതൃക നൽകാം. 5ാം ക്ലാസ്സിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു. ആ അവധിക്കാലത്ത് ഞാനും അച്ഛനും അമ്മയും അനുജത്തിയും ഇടുക്കിയിലുള്ള വലിയമ്മയുടെ വീട്ടിൽ പോയി. വലിയമ്മയുടെ വീടിന്റെ ചുറ്റും നിറയെ പ്ലാവുകളും മാവുകളുമാണ്. പ്ലാവ് നിറയെ ചക്കകളുണ്ട്. വലിയമ്മ ഒരു തേൻവരിക്ക ചക്ക ഇട്ടുകൊണ്ടുവന്നു. ഞങ്ങൾ എല്ലാം ചേർന്ന് ചക്കപ്പഴം വേർതിരിച്ചെടുത്തു. ആവശ്യത്തിലധികം ചക്കപ്പഴം അപ്പോൾ തന്നെ ഞാൻ കഴിച്ചിരുന്നു. എന്തൊരു തേൻ മധുരം! വലിയമ്മ ബാക്കി വന്ന ചക്കപ്പഴം ഒരു ഉരുളിയിലിട്ട് ശർക്കരയും തേങ്ങയും നെയ്യും ചേർത്ത് വരട്ടിയെടുത്തു. പിന്നീട് തൊടിയിലെ ഒരു മരത്തിൽ നിന്നും നീളമുള്ള ഇലകൾ പറിച്ചെടുക്കുകയാണ് വലിയമ്മ ചെയ്തത്. ആ ഇലയ്ക്ക് പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. എടനയില എന്നാണത്രേ ആ ഇലയുടെ പേര്. വരട്ടി വെച്ച ചക്ക എടനയില കുമ്പിള് പോലെയാക്കി അതിൽ നിറച്ചു. പിന്നീട് ആവിയിൽ പുഴുങ്ങിയെടുത്തു. ഒരു വലിയ പ്ലേറ്റിൽ വലിയമ്മ കുമ്പിളപ്പം നിറച്ചു വെച്ച് ഞങ്ങളുടെ അടുത്തെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ചക്ക കുമ്പിളപ്പം കഴിക്കുന്നത്. ഒരെണ്ണം എടുത്ത് ഇല കളഞ്ഞ് അല്പം എടുത്ത് നാവിൽ വെച്ചു. നാവിൽ തേൻ മധുരം. എന്തൊരു സ്വാദ്! 4-5 എണ്ണം ഞാനപ്പോൾ തന്നെ കഴിച്ചു. മടങ്ങിപ്പോരുമ്പോൾ വലിയമ്മ കുറെ കുമ്പിളപ്പം പൊതിഞ്ഞു തരികയും ചെയ്തു. അന്ന് കഴിച്ച ആ കുമ്പിളപ്പത്തിന്റെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. പാഠത്തിന്റെ ആശയവും പഠനാനുഭവങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഉറപ്പാണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.